കുറ്റ്യാടിയിലേക്കാണ്, കോഴിക്കോടേക്കാണ്. കള്ളവോട്ട് തടഞ്ഞതിനെ തുടർന്ന് UDF ബൂത്ത് ഏജന്റിനെ മർദ്ദനമേറ്റുന്നൊരു പരാതി വരുന്നുണ്ട്. നടുപ്പുഴയിൽ UP സ്കൂളിലെ UDF ബൂത്ത് ഏജന്റ് രാഹുൽ ചാലിനാണ് മർദ്ദനമേറ്റ. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഒരു വോട്ട് കൊണ്ട് ചെയ്യാൻ വന്നു. എനിക്കറിയാവുന്ന ഒരാളാണ്. എന്നുവെച്ചാല് എന്റെ നാട്ടിൽ തന്നെയാണല്ലോ. എന്ത് ചെയ്ത് അത് അയാളല്ലാന്ന് പറഞ്ഞ് ഇത് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രിസൈഡിംഗ് ഓഫീസർ പറയുമ്പോഴത്തേക്ക് ആ പയ്യൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ള വോട്ട് ചെയ്യാൻ സമയത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയുള്ള DYFI ഒരുപാട് ക്രിമിനൽസ് ബൂത്ത് കയ്യേറിയിട്ട് യാതൊരു തരത്തിൽ പോലീസോ അല്ലെങ്കിൽ അടുത്ത പ്രിസൈഡിംഗ് ഓഫീസർ യാതൊരു നിർദ്ദേശമോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. 50-50ഓളം ആൾക്കാർ ബൂത്ത് കയറിയിട്ട് എന്നെ എന്ത് ചെയ്താ അതിന്റെ ഉള്ളിലിട്ട് ചവിട്ടി കൂട്ടിയതാ. അജയ് കുഞ്ഞുമോനാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, LDFനെതിരെയാണ് ആരോപണം. UDF പ്രവർത്തകനാണ് മർദ്ദനമേറ്റത്. എന്താണ് അദ്ദേഹം പറയുന്നത്? തുടർ നടപടികൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സുഹേൽ ദിൽന, ഈ 2 പേർക്കാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത്. വലിയ തലത്തിലുള്ള സംഘർഷാവസ്ഥ ഈ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ നടുപ്പോയിലിൽ ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചോദ്യം ചെയ്ത UDF ബൂത്ത് ഏജന്റുമാരായ രാഹുലിനും ഒപ്പം തന്നെ ഷഫീഖ് എന്നിവർക്കാണ് പ്രധാനമായും ഇതിൽ പരിക്കേറ്റത്. ഇരുവരെയും ഇപ്പോൾ കുറ്റ്യാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ മറ്റൊരു യുവാവ് കള്ളവോട്ട് ചെയ്തതായി സംശയിച്ചതിനെ തുടർന്ന് ഇവർ ആ യുവാവിനെ ചോദ്യം ചെയ്തത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ ഇവരെ മർദ്ദിച്ചത് എന്നാണ് പ്രധാനമായും പറയുന്നത്. ഏതായാലും മർദ്ദനമേറ്റ ഈ 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ഈ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗങ്ങളിലൊക്കെ വലിയ തലത്തിൽ ഈ കള്ളവോട്ട് ചെയ്തു എന്ന തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പരാതികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൂടെ ഇവിടെ ഉയർന്നിരിക്കുന്നത്. നിരവധി പ്രശ്നബാധിത മേഖലകൾ ഉള്ള ഒരു മേഖലകൾ കൂടിയാണ് ഈ കുറ്റ്യാടി നാദാപുരം മേഖല. അവിടെയാണ് ഇത്തരത്തിൽ വലിയ തലത്തിലുള്ള സംഘർഷമുണ്ടായത്. ഏതായാലും പോലീസും അർദ്ധ സൈനികരും എത്തി ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 2-3 പ്രവർത്തകരെ അവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും പരിക്കേറ്റ 2 പേരും ഇപ്പോൾ കുറ്റ്യാടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജയ് കുഞ്ഞുമോനാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.